നമസ്കാരം. ഉരോപസ്ഥിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. ഉരസ് എന്നാൽ ഒരു ചെസ്റ്റ് റീജിയൻ എന്നാണ് അർത്ഥം. അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു നല്ല പരിഹാരമാണ് ഉരോപസ്ഥി. ആ ഭാഗത്ത് ഉഴുന്നുമാവ് കൊണ്ടൊരു തട ഉണ്ടാക്കുകയും അതിനുള്ളിൽ ഉചിതമായ എണ്ണ ഒഴിച്ച് ഏകദേശം ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ അതവിടെ റിറ്റെയിൻ ചെയ്ത് നിർത്തുകയൊക്കെ ചെയ്യുന്നു. ഇതാണ് ഉരോപസ്ഥി. ഇത് കൂടുതലായിട്ടും ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അതുപോലെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കംപ്ലയിൻസിനും യൂസ് ചെയ്യാം. ലങ്സ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ പല പേഷ്യൻസിനും ആസ്മ, ബ്രോങ്കൈറ്റിസ്, അതുപോലെ ലങ് കഞ്ചഷൻസ്, ലങ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു കനം, പിടുത്തം എന്നൊക്കെ പറയും. അതിന് നല്ലൊരു പരിഹാരമാണ്. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ വരുമ്പോൾ ലങ് കപ്പാസിറ്റി ഒരുപാട് കുറയുന്നതായിട്ടാണ് കാണുന്നത്. നന്നായി ശ്വാസം വലിച്ച് വിടാൻ കഴിയുന്ന ഒരവസ്ഥ, അതിന് കുറവ് വരും. അപ്പോൾ ഈ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി ആ ഒരു റെസ്പിറേറ്ററി റേറ്റൊക്കെ നോർമൽ റേഞ്ചിലേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഹാർട്ടിൻ്റെ കംപ്ലയിൻസ് പറയുമ്പോൾ ഈ പെരികാർഡിയം എന്ന് പറയും, അഥവാ ഹാർട്ടിന് ചുറ്റുമുള്ള ഒരു വോൾ, അതിൻ്റെ ബലം വർദ്ധിക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ ഹാർട്ട് മസിൽസിൻ്റെ സ്ട്രെങ്തിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ബ്ലഡ് പമ്പിങ് കപ്പാസിറ്റി നന്നായി ഇമ്പ്രൂവ് ആയി വരുന്നതായിട്ട് കാണാം. ചില പേഷ്യൻസിന് കുറച്ച് നടക്കുമ്പോൾ തന്നെ വല്ലാതെ കിതപ്പും ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുകയൊക്കെ ചെയ്യും. പാൽപിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ഉരോപസ്ഥി ചെയ്യുന്നത് കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരികയും അവർക്ക് നോർമലായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലോട്ട് തന്നെ തിരിച്ചു വരാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നു. താങ്ക് യു.